നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ആദ്യം തന്നെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന്റെ രാജി എങ്ങനെ നോക്കിക്കാണുന്നു അദ്ദേഹത്തിന്റെ നിലപാടിനെ? അല്ല, അദ്ദേഹത്തിന്റെ നിലപാടിനോട് വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അതെ, അപ്പൊ അതായത് ഒരിക്കൽ കേട്ട ഒരു ആരോപണമായിരുന്നിട്ട് കൂടിയും വീണ്ടും ഈ ഒരു ആരോപണം ഇത്തരം സാഹചര്യത്തിൽ ഉയർന്നു വന്ന സമയത്ത് താൻ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെന്നും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് അതിന്റെ ശരിയെന്ന് തോന്നി അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്ത് അതിന് തയ്യാറായില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് പുഷ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമായ മറ്റൊരു കാരണമാണ്. വിചാരം അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ട് കയറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് തീരെ അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് തീരെ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് പുരുഷന്മാരായതുകൊണ്ടാണല്ലോ ശ്രീ അഖിൽ മാരാർ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത്. മനഃപൂർവ്വമായി ആരെങ്കിലും അങ്ങ് കരിവാരി തേക്കാം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇത്രത്തോളം സെൻസിറ്റീവായ വിഷയങ്ങളിൽ സ്ത്രീകൾ രംഗത്ത് വന്ന് പ്രതികരിക്കുന്നത്. ഞാൻ ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താനസയാണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് പരാതിപ്പെടാത്തിടത്തോളം കാലമാണ്. ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോ അറിയാം. എന്തോന്ന് ഇങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ മാധ്യമ പ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള, മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ? How deeply they are loving. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ? ഉറപ്പായും മാറ്റി നിർത്തും. അത്തരത്തിൽ ആരോപണ വിധേയരായി ആരൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അവരൊക്കെ മാറ്റി നിർത്തി. അങ്ങനെ തന്നെ ഇവിടെ എന്ത് നടന്നാലും നീ ഒന്നിലും ഇടപെടരുത്. ഇനിയിപ്പോ എന്നെ ആരെങ്കിലും തല്ലിയാൽ പോലും നീ മൈൻഡ് ചെയ്യരുത്. നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണം തന്നെ എടുക്കാം. അത് വളരെ പ്രൈവറ്റ് ആയ ഒരു റൂമിൽ നടന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ തെളിയിക്കും ആ സ്ത്രീ? അതിലെ എന്ത് സോളിഡ് എവിഡൻസ് ഹാജരാക്കാൻ കഴിയും? അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയില്ല. ആളെ നാണം കെടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. ഇവിടെ മന്ത്രിമാരടക്കം ഇത്രയും ബന്ധം എന്ന് ഞാൻ സിനിമാ മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഇപ്പൊ ഈ ഇത്രയും മോശക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇന്നും മലയാള സിനിമയിൽ 10,000-ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ. അവർ എത്രത്തോളം അനുഭവിച്ചുകൊണ്ടാണ് അവിടെ തുടരുന്നത് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയുക. എടുക്കൂ, അതാ ഞാൻ പറഞ്ഞത്. എത്രയോ മാധ്യമ പ്രവർത്തകർ പീഡന കേസിൽ പുറത്തു വന്നേക്കുന്നു. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കിടന്നു കൊടുത്തിട്ടുവാണെന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും?